powered by Willy White Toothpaste and Dinesh Umbrella, നമ്മുടെ സ്വന്തം മഴക്കൂട്ടുകാരൻ in association with Lasa Ice Cream Summer Campbell. ഇനി അഭിനയ കളരിയാണ്, ആക്ടിംഗ് വർക്ക്ഷോപ്പ്. ഇന്ന് നമുക്ക് ഈ അഭിനയ കളരിക്ക് നേതൃത്വം നൽകുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം, അതിലുപരി മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ മുരളി മേനൻ സാറാണ്. സാറിന് നല്ലൊരു കൈയടി കൊടുക്കാം. പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരമായ ശ്രീ മുരളി മേനൻ നാടകവുമായി ബന്ധപ്പെട്ടാണ് തൻ്റെ കലാജീവിതം ആരംഭിച്ചത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ഫൈൻ ആർട്സിൽ ബിരുദം നേടിയ ശേഷം യൂറോപ്പിൽ ഏതാനും വർഷം നാടകം, തിയേറ്റർ എന്നിവയുമായി പ്രവർത്തിച്ചു. തിരികെ നാട്ടിലെത്തിയ ശേഷം പ്രശസ്ത സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, ശ്യാമപ്രസാദ് സാർ എന്നിവരുടെ സിനിമകളിൽ സഹകരിക്കുകയുണ്ടായി. പിന്നീട് ചലച്ചിത്ര അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ മുരളി മേനൻ ഭാവം, ചന്ദ്രോത്സവം, ഫിംഗർ പ്രിന്റ്, ഋതു, ഇംഗ്ലീഷ് തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു. അമൃത ടെലിവിഷനിലെ വനിതാ രക്തം എന്ന റിയാലിറ്റി ഷോയുടെ പ്രധാന ജഡ്ജായി പ്രവർത്തിച്ച അദ്ദേഹം പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിനായി അഭിനയ കളരിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഋതു, ആമി തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടിയും അഭിനയ കളരിക്ക് രൂപം കൊടുക്കുകയുണ്ടായി ശ്രീ മുരളി മേനൻ. അമൃത ടിവിയുടെ ദി ബെസ്റ്റ് ആക്ടർ എന്ന റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥികൾക്കായി പരിശീലനം നൽകിയ ശ്രീ മുരളി മേനന്റെ ശിഷ്യഗണങ്ങളിൽ സുരഭി ലക്ഷ്മി, സിദ്ധാർത്ഥ് ശിവ, മുസ്തഫ തുടങ്ങിയ വർത്തമാനകാല മലയാള സിനിമയിലെ പ്രമുഖരും ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ എന്താ പേര്, നമ്മുടെ ഇവന്റെ പേരെന്താ? ഉറക്കെ പറയടാ, ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ. കളിയിൽ അല്പം സീസൺ സീസൺ 2 കളിയിൽ അല്പം കാര്യം സീസൺ 2 ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ശ്രീ മുരളി മേനൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ എന്ത് തോന്നി നമ്മുടെ ഇവിടെ വന്ന് കുട്ടികളൊക്കെ കണ്ടു? വാട്ട് ഡു യു ഫീൽ നൗ? അയ്യോ, നല്ല ഫീലിംഗ് ആണ്. ഇതിപ്പോൾ ഇന്ന് തന്നെ നല്ല എനർജിയാണ് ഇവിടെ കുട്ടികൾക്ക്, അല്ലേ? ആണല്ലോ, എനർജി നല്ലപോലെ ഉണ്ട്. ഒരുപാട് പേർക്ക് ആക്ടേഴ്സ് ആവണം എന്നുള്ളത് ഞാൻ അവിടെ ഇരുന്ന് കേട്ടു. യോഗ പഠിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞിരുന്നു ആക്ടർ ആവണം എന്നൊക്കെ, അല്ലേ? അതൊക്കെ ഞാൻ കേട്ടിരുന്നു. സോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, സന്തോഷമുണ്ട്. എത്ര പേർക്ക് ആക്ടർ ഓർ ആക്ട്രസ് ആവാൻ ഇവിടെ ആഗ്രഹമുള്ളവരെന്ന്? സിനിമാ നടികളാണല്ലോ കൂടുതൽ, നടന്മാരും ഇല്ലേ? എടാ, ഒരു ബോയ് പോലും ഇല്ല. നോ. പക്ഷെ ഈ സെഷൻ കഴിയുമ്പോൾ അവർ പറയും എന്തായാലും, അല്ലേ സാർ? ലെറ്റ്സ് സീ. അപ്പോൾ നമ്മുടെ ശ്രീ മുരളി മേനൻ സാറിനെ പൊന്നാട അണിയിക്കുന്നതിനായി നമ്മുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സാർ. നമസ്കാരം. നമസ്കാരം. That's much better. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജൂലി ചേച്ചി പറഞ്ഞതിന് ചെറിയൊരു തിരുത്ത് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ജൂലി ചേച്ചി പറഞ്ഞു ഞാൻ ചലച്ചിത്ര നടനാണ്, സിനിമാ നടനാണെന്ന്, അല്ലേ? അങ്ങനെയല്ല, ഞാൻ സിനിമാ നടനല്ല. നിങ്ങളുടെ പ്രായത്തിൽ പോലും ഒരു സിനിമാ നടനാകണം എന്നൊരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഒരു സിനിമാ നടനാവണം എന്ന ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. സിനിമാ നടനേ അല്ല. ഓക്കെ, ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് മാത്രം. സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂലി ചേച്ചി ആ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു സിനിമാ നടനാവുന്നില്ല. സിനിമയിൽ അഭിനയിച്ച ഒരാൾ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്തല്ല, ഞാൻ ഒരു സിനിമാ നടനല്ല, ആവാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ പറയരുത്, നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ ഞാനൊരു നടനാണ്. ഐ എം എൻ ആക്ടർ. ഐ എം ഓൺലി. ഞാൻ ചെയ്ത ഏക ജോലി, എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏക ജോലി എന്ന് പറയുന്നത് അഭിനയം മാത്രമാണ്. പക്ഷേ ഞാൻ സിനിമാ നടനല്ല. അതെങ്ങനെയത്? അല്ല, പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഞാൻ ഏറെക്കാലം എൻ്റെ ജീവിതത്തിൻ്റെ
എൻ്റെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞത് മുഴുവനും ആക്ട് ചെയ്തിട്ടാണ് ജീവിച്ചത്. സീരിയലും അല്ല സിനിമയല്ല. വേറൊരു സാധനം കൂടി ഉണ്ട്. അതെന്താ? അത് നാടകം. യെസ്, ഐ എം എ തിയേറ്റർ ആക്ടർ. ഞാനൊരു നാടക നടനാണ് എന്ന അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു നിങ്ങളോട്. ഐ എം പ്രൗഡ് ടു ടെൽ യു ദാറ്റ് ഐ എം എ തിയേറ്റർ ആക്ടർ ആൻഡ് നോട്ട് എ സിനിമ ആക്ടർ ആൻഡ് നോട്ട് എ സീരിയൽ ആക്ടർ. സീരിയലൊക്കെ ഞാൻ ആക്ട് ചെയ്യാറുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് നാടകത്തിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം എന്നെ പറ്റി എൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞിട്ട് നമുക്ക് ആക്ടിങ്ങിലേക്ക് കയറാം. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ ആരാണ്, എന്താണ് എൻ്റെ മേക്ക് എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഞാൻ ഏകദേശം ഈ മുന്നിലിരിക്കുന്നവരുടെയൊക്കെ പ്രായത്തിൽ, അതായത് ഒരു 10-12 വയസ്സായപ്പോൾ തന്നെ ഞാൻ ഒരു ആക്ടറായിരുന്നു. ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഐ എം എൻ ആക്ടർ. ഞാനൊരു നടനാണ്, ഒരു ആക്ടറാണ് എന്നുള്ളത് ഏതാണ്ട് ഒരു 12ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ കണ്ടെത്തിയിരുന്നു. അപ്പം അന്ന് ഐ എം ടോക്കിംഗ് അബൌട്ട് 1970s, ഒരു 19 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് സ്റ്റേജിലാണ്. അന്ന് എൻ്റെ വീടിനടുത്ത്, ഞാൻ കോഴിക്കോടാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പം എൻ്റെ വീടിനടുത്ത് ഒരു ബാലജനസഖ്യം ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഒരു ക്ലബ്ബാണ്, മലയാള മനോരമ നടത്തുന്ന ഒരു ക്ലബ്ബാണ് ബാലജനസഖ്യം എന്ന് പറയുന്നത്. അത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രിയദർശിനി ബാലജനസഖ്യം എന്ന് പറഞ്ഞിട്ടൊരു ബാലജനസഖ്യം ഉണ്ടായിരുന്നു. ആ സഖ്യത്തിൽ പോയിട്ടാണ് ഞാൻ ഒരു നടനാണ് എന്നുള്ളത് ഞാൻ കണ്ടെത്തുന്നത്. എൻ്റെ ആദ്യത്തെ ഗുരുവിനെ, അവരുടെ പേര് ലീലാജി നായർ എന്നാണ്, ഞാൻ ലീല ചേച്ചി എന്നാണ് അവരെ വിളിക്കുക. എൻ്റെ ആദ്യത്തെ ഗുരുവിനെ ഞാൻ കണ്ടെത്തിയത് ആ ബാലജനസഖ്യത്തിൽ വെച്ചിട്ടാണ്. അപ്പം അന്ന് നാടകം കളിക്കാൻ, നാടകത്തിൽ അഭിനയിക്കാൻ 1-2 വഴികളേ ഉള്ളൂ. അതിലൊന്ന് സ്റ്റേജാണ്, സ്റ്റേജിൽ ആക്ട് ചെയ്യാം. മറ്റൊന്ന്, അന്ന് ടെലിവിഷനൊന്നുമില്ല, അന്നുള്ള മറ്റൊരു മാർഗമാണ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ നാടകങ്ങളിൽ ഞാൻ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 12 വയസ്സിൽ ഞാൻ ഈ ബാലജനസഖ്യത്തിൽ ചേർന്ന് ഏതാണ്ട് ഒരു 16 വയസ്സ് വരെ 4 കൊല്ലക്കാലം ഞാൻ ആ ബാലജനസഖ്യത്തിൽ ഉണ്ടായിരുന്നു. ആ 4 കൊല്ലം ഒരു കൊല്ലത്തിൽ 4 നാടകങ്ങളെങ്കിലും മിനിമം ഞാൻ ചെയ്യുമായിരുന്നു. 2 റേഡിയോ നാടകങ്ങൾ, 2 സ്റ്റേജ് നാടകങ്ങൾ. അപ്പോൾ ബൈ ദ ടൈം എൻ്റെ SLC ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ കോഴിക്കോട് തന്നെ അറിയപ്പെടുന്ന ഒരു സ്റ്റേജ് ചൈൽഡ് ആക്ടറായി, ഒരു കുട്ടി നടൻ എന്നുള്ള നിലയിൽ അന്ന് തന്നെ ഞാൻ പേരെടുത്തിരുന്നു. ഏതാണ്ട് നമ്മൾ എറണാകുളം, കോട്ടയം അവിടെയൊക്കെ പോയിട്ട് ഞങ്ങളുടെ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. ആ ചെറിയ ബാലജനസഖ്യത്തിൻ്റെ നാടകങ്ങൾ അന്ന് പുറത്തു പോയി ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ കോഴിക്കോട് തന്നെയുള്ള യൂത്ത് ഓർഗനൈസേഷൻ ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു അസോസിയേഷനിൽ വർക്ക് ചെയ്തു ആസ് എൻ ആക്ടർ. പിന്നെ കോഴിക്കോട് അണിയറ എന്ന് പറയുന്ന മറ്റൊരു നാടക സംഘമുണ്ട്, ആ സംഘത്തിൽ വർക്ക് ചെയ്തു. ആ സംഘത്തിൽ വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ അന്ന് പ്ലസ് വൺ പ്ലസ് ടുവിലുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഉണ്ടോ? അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് +1 +2 അല്ല, പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ SLC കഴിഞ്ഞാൽ നമ്മൾ നേരെ കോളേജിൽ പോകും. കോളേജിലാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. അതാണ് അന്നത്തെ +1 +2. അപ്പോൾ ഈ +2 കഴിഞ്ഞ ഉടനെ ഞാനൊരു നാടകം ചെയ്തു. ആ നാടകത്തിൻ്റെ പേര് കനലാട്ടം എന്നാണ്. ആ നാടകത്തിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. ആ അവാർഡൊക്കെ കിട്ടിയിട്ടാണ് എൻ്റെ ഗുരുനാഥൻ, അതായത് പിന്നീട് എൻ്റെ ഏറ്റവും എന്നെ നാടക ലോകത്തേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥൻ G. ശങ്കർ പ്രസാദിനെ മീറ്റ് ചെയ്യുന്നതും. സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞ തൃശ്ശൂരിലുള്ള ഒരു പ്രസ്ഥാനമുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന പ്രസ്ഥാനം. അവിടെ നാടകം ഐച്ഛിക വിഷയമായിട്ട് നമുക്ക് പഠിക്കാം. BTA, ബാച്ചുലർ ഇൻ തിയേറ്റർ ആർട്സ് എന്നുള്ള പേരിൽ ഒരു ഗ്രാജുവേഷൻ കോഴ്സാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിച്ചേർന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കുട്ടിക്കാലത്ത് തന്നെ, ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ തന്നെ ഞാൻ അഭിനയം തുടങ്ങിയെങ്കിലും അന്ന് പോലും എൻ്റെ മനസ്സിൽ ഒരു സിനിമാ നടനാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വരുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിച്ച് പുറത്തിറങ്ങിയപ്പോഴും എൻ്റെ മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് കണ്ടിരുന്നത് ഒരു ഉട്ടോപ്യൻ സ്വപ്നമാണ്. എന്താണ് ഉട്ടോപ്യൻ സ്വപ്നം എന്ന് പറഞ്ഞാൽ അറിയാവോ?
ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് ഉട്ടോപ്യൻ സ്വപ്നം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സ്വപ്നമാണ് ഞാൻ കണ്ടിരുന്നത്. അത് സിനിമാ നടനാകണം എന്നുള്ളതായിരുന്നില്ല. എൻ്റെ മനസ്സിലുള്ള സ്വപ്നം എന്ന് പറയുന്നത്, എൻ്റെ ആംബിഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ടു ആക്ട് അറൗണ്ട് ദ വേൾഡ് ആയിരുന്നു. ലോകം മുഴുവനും നടന്ന് നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. ഒരിക്കലും നടക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചിരുന്ന സ്വപ്നമല്ല അത്. പക്ഷേ ആ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ ജീവിതം തന്നെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയുടെ പഠനത്തിന് ശേഷം ഒരു 3-4 വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ 80കളുടെ മധ്യത്തിൽ ആദ്യമായി ഞാൻ ലണ്ടനിൽ ഒരു നാടകം അവതരിപ്പിച്ചു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ചെറിയ കാലഘട്ടമല്ല, ഒരു 10-20 വർഷം ഞാൻ ലണ്ടനിൽ തന്നെയായിരുന്നു, ഇംഗ്ലണ്ടിലായിരുന്നു, ബ്രിട്ടനിലായിരുന്നു. അതുമാത്രമല്ല, ഏതാണ്ട് 28 രാജ്യങ്ങളിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഒരു നാടക നടൻ എന്നുള്ള നിലയിൽ, സിനിമ നടനല്ല, ഒരു നാടക നടൻ എന്നുള്ള നിലയിൽ 28 രാജ്യങ്ങൾ, 28 countries I worked as a theatre actor. അതിലും വലുതല്ല ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പോൾ ആർക്കും ഇവിടുത്തെ സിനിമകളിൽ നമുക്ക് 1-2 സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റും. ബട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ലോകം മുഴുവൻ നടന്ന് നാടകം ചെയ്യണമെങ്കിൽ, അതുപോലെ നാടകം ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി റിയലി ആൻ ആക്ടർ ടു സ്റ്റാൻഡ് ഓൺ സ്റ്റേജ് ആൻഡ് ഫേസ് ദി ഓഡിയൻസ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 10-20 വർഷം ഇൻ്റർനാഷണലി വർക്ക്ഡ് ആസ് എൻ ആക്ടർ. ദെൻ ഐ കെയിം ബാക്ക്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെയും ശ്യാംപ്രസാദിൻ്റെയും ഒക്കെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അവിടെയും ഞാൻ നടനായിട്ടല്ല വർക്ക് ചെയ്തത്. അവരുടെയൊക്കെ ശ്യാമിൻ്റെയൊക്കെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മെയിൻലി അവരുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. സിനിമയിൽ എനിക്കിഷ്ടം ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാനാണ്. പിന്നെ ഇതുപോലെ ഈ അമൃത ചാനലിലാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. ഇപ്പോൾ നാടകക്കളരി എന്ന് പറഞ്ഞുകൂടാ, ദിസ് ഇസ് ആൻ ഇൻറ്ററാക്ഷൻ സെക്ഷൻ. നിങ്ങളായിട്ടുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇതും വർക്ക്ഷോപ്പും വ്യത്യാസമുണ്ട്. വർക്ക്ഷോപ്പ് ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വർക്ക്ഷോപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഇൻറ്ററാക്റ്റീവ് സെഷൻ എന്ന് ഇതിനെ വിളിക്കാം. അപ്പോൾ ഈ ഇൻറ്ററാക്റ്റീവ് സെഷൻ നന്നാവണമെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ വരണം. നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നാണ് ഈ ഇൻറ്ററാക്റ്റീവ് സെഷൻ നന്നായി വരിക. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇതാണ് ഞാൻ. പിന്നെ ഞാനിവിടെ കേരളത്തിൽ ഒരു ആക്ടർ ട്രെയിനർ എന്നുള്ള നിലയിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അമൃത ചാനലിലൂടെയാണ്. അമൃത ചാനലിൽ വന്ന വനിതാ രത്നം, ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ ഉള്ള പരിപാടിയിലൂടെയാണ്. അത് വരുന്നത് 2007 ഞാൻ ആസ് എ ട്രെയിനർ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ വനിതാ രത്നം ബെസ്റ്റ് ആക്ടർ പരിപാടിയിലൂടെയാണ് ആക്ടേഴ്സ് ക്യാൻ ബി ട്രെയിൻഡ് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ അവിടെ തൊട്ടാണ് ഞാനൊരു ട്രെയിനർ എന്നുള്ള നിലയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇനി കുറച്ചൊരു ആക്ടിങ്ങിനെ കുറിച്ചൊരു ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ശേഷം നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ഓക്കെ. സോ ആക്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 തരത്തിലുള്ള ആക്ടിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത്. എന്തൊക്കെയാണത്? ഒന്ന് സിനിമ, ഒന്ന് നാടകം. ഈ 2 തരത്തിലും ആക്ടിംഗ് ഉണ്ട്. ഈ 2 തരത്തിലുള്ള സിനിമയിലായാലും നാടകത്തിലായാലും നല്ല ആക്ടിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണൽ ആക്ടിംഗ് ആണ്. എന്താണ് ഇൻറ്റേർണൽ ആക്ടിംഗ് എന്ന് പറയുന്നത്? അകമേ നമുക്ക് ചേഞ്ച് വരണം. അകം കൊണ്ട് നമ്മൾ മറ്റൊരാളായി മാറുകയാണ്. അതായത് നമ്മളെ മലയാളത്തിലെ തന്നെ ഒരു ഗ്രേറ്റ് ആക്ടേഴ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തിലകൻ ചേട്ടൻ, അല്ലെങ്കിൽ നെടുമുടി വേണു, അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അല്ലെങ്കിൽ കൊടിയേറ്റം ഗോപി, ശങ്കരാടി ചേട്ടൻ, ഇത്തരം ഈ ഗണത്തിലുള്ള ആക്ടേഴ്സ് അവർ സ്ക്രീനിൽ വരുന്ന സമയത്ത് അവരല്ല വരുന്നത്. നമ്മൾ കാണുന്നത് മുഴുവനും ആ കഥാപാത്രങ്ങളാണ്, അല്ലേ? ഇപ്പം കിരീടം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
കിരീടം കണ്ടിട്ടുണ്ടോ? ഓക്കെ. കിരീടത്തിൽ തിലകൻ ചെയ്യുന്ന അച്ഛൻ, മോഹൻലാലിൻ്റെ അച്ഛൻ, മോഹൻലാൽ ചെയ്യുന്ന സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ടാണ് തിലകൻ ചേട്ടൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തിലകൻ ചേട്ടനെ എപ്പോൾ കാണുമ്പോഴും കോൺസ്റ്റബിളാണ്, ഹെഡ് കോൺസ്റ്റബിളാണ്. എപ്പോൾ കാണുമ്പോഴും ആ കോൺസ്റ്റബിളിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരിക്കലും അതിൽ തിലകൻ ചേട്ടനെ കാണുന്നില്ല, മറിച്ച് നമ്മൾ കാണുന്നത് ആ കോൺസ്റ്റബിളിനെയാണ്. അപ്പം ഞാനിതൊരു കഥാപാത്രത്തെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സയൻറ്റിഫിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ്? സയൻറ്റിഫിക്കലി തിലകൻ ചേട്ടൻ ഈസ് ബിക്കമിങ് ദി അതർ ക്യാരക്ടർ. മറ്റേ ആളായി മാറുകയാണ്. ആ ഹെഡ് കോൺസ്റ്റബിൾ സേതുമാധവൻ്റെ അച്ഛനായിട്ട് അദ്ദേഹം മാറുകയാണ്. അത് അകമേ സംഭവിക്കുന്ന ഒരു പരിപാടിയാണത്. അകം കൊണ്ട്, ഉള്ളുകൊണ്ട് നമുക്ക് മറ്റൊരു ആളായി മാറാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല നടനോ ഒരു നല്ല നടിയോ ആയി മാറുന്നത്. എക്സ്റ്റേണലി ചെയ്യുമ്പോഴല്ല, ഇൻറ്റേർണലി ചെയ്യുമ്പോഴാണ് ആ മാറ്റം വരുന്നത്. നമ്മൾ ലോകത്ത് തന്നെ നമ്മൾ ഇപ്പം മലയാളം സിനിമകൾ മാത്രമല്ല, ഇംഗ്ലീഷ് സിനിമകൾ, തമിഴ് സിനിമ, ഹിന്ദി സിനിമ, ഇതിൽ ഏത് സിനിമ എടുത്താലും നമ്മൾ നല്ല ആക്ടേഴ്സിനെ നമുക്കറിയണമെങ്കിൽ അവരെ നമ്മൾ കാണുന്ന സമയത്ത് അവരെ അല്ല കാണുന്നത്, മറ്റൊരാളെയാണ് കാണുന്നത്. അതിൽ നല്ല ആക്ടേഴ്സിനെ, ഞാൻ ഈ പറഞ്ഞ ശ്രേണിയിലുള്ള ഏത് ആക്ടേഴ്സിനെ എടുത്താലും അവരുടെ പേഴ്സണാലിറ്റി അല്ല നമ്മൾ കാണുന്നത് മറ്റേ ആളെയാണ്. ഈ മറ്റൊരാൾ എന്ന് പറയുന്ന ദി അതർ പേഴ്സൺ എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അകം കൊണ്ട് വർക്ക് ചെയ്യണം, ഉള്ളുകൊണ്ട് വർക്ക് ചെയ്യണം, മനസ്സുകൊണ്ട് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മറ്റൊരാളായി തീരുക. ഓക്കെ, ഇതാണ് ഒരു നല്ല ആക്ടർ എന്നുള്ള എൻ്റെ സങ്കല്പം. ഇതിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഇൻട്രാക്റ്റീവ് സെഷനല്ല, എൻ്റെ വർക്ക്ഷോപ്പിൽ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ഒരു 2-3 ദിവസമൊക്കെ കിട്ടുന്ന വർക്ക്ഷോപ്പിൽ ഞാൻ ശ്രമിക്കുക നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. എങ്ങനെയാണ് അകം കൊണ്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ സാധാരണഗതിയിൽ ആക്ടേഴ്സിന് വർക്ക് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അപ്പം ഞാൻ ഐ എം എൻ ആക്ടർ ട്രെയിനർ, ഐ എം എ തിയേറ്റർ ആക്ടർ, നാടക നടനുമാണ്, അഭിനയ ആക്ടിങ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുമാണ് ഞാൻ. പക്ഷെ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്ക് ഒരാൾക്കും ആക്ടിങ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്കും ആക്ടിങ് പഠിക്കാനും പറ്റില്ല. യു കനോട്ട് ലേൺ ആക്ടിങ്, യു കനോട്ട് ടീച്ച് ആക്ടിങ്. അപ്പോൾ പിന്നെ സാർ എന്താ ചെയ്യണമെന്നുള്ളത് എന്നോട് നിങ്ങൾക്ക് ചോദ്യം വരാം, ഞാൻ എന്താണ് ചെയ്യണത് എന്നുള്ളത്. അതായത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അഭിനയത്തിൽ നിങ്ങൾക്കൊരു വാസന വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ അഭിനയം മാത്രമല്ല, ഇപ്പം പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടാകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് താളബോധം വേണം. താളബോധമുള്ളവർക്കേ പാട്ട് പാടാൻ പറ്റൂ. എനിക്ക് ചിത്രം വരച്ചാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ അത് വരച്ച് പഠിക്കാൻ പറ്റില്ല. വരയ്ക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. മനസ്സിലായില്ലേ? ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഡാൻസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് താളബോധമുണ്ടാവണം, ശരീരം എന്താണെന്നുള്ള ബോധമുണ്ടാവണം. അങ്ങനെയുള്ളവർക്കേ ഡാൻസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഭിനയത്തോട് ഒരു വാസന നിങ്ങൾക്കുണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുക എന്നുള്ള വാക്ക് പോലും അതിൽ ഉപയോഗിക്കുന്നില്ല. അഭിനയത്തിൽ നിങ്ങളെ പരിശീലിപ്പിക്കുക. ഇഫ് യു ആർ എൻ ആക്ടർ, ഐ ക്യാൻ മേക്ക് യു എ ബെറ്റർ ആക്ടർ. ഇഫ് യു ആർ എൻ ആക്ടർ, ഐ ക്യാൻ മേക്ക് യു എ കോൺഫിഡൻറ്റ് ആക്ടർ. എന്നെ പോലെയുള്ള ഏത് ട്രെയിനറുടെ കീഴിലും നിങ്ങൾ ആക്ടിങ് പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അഭിനയം പരിശീലിക്കാൻ പോകുന്ന സമയത്ത്, അവിടെ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ വർക്ക്ഷോപ്പാണ് ഉള്ളതെങ്കിൽ, ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന നിങ്ങൾ ഒരു കോൺഫിഡൻറ്റ് ആക്ടറായിരിക്കും. എല്ലാ തരത്തിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. അതായത് ഇപ്പം നമ്മൾ സ്റ്റേജിൽ നിന്നിട്ടാണ് ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ
സ്റ്റേജിൽ കയറി മുട്ടുവരയ്ക്കാതെ നിൽക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കും. അതല്ല, ക്യാമറയിലേക്കുള്ള ആക്ടിംഗ് ആണ്, സിനിമ ആക്ടിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിറയ്ക്കാതെ ഭയക്കാതെ ക്യാമറയ്ക്ക് മുൻപിൽ നിങ്ങൾക്ക് നിൽക്കാനുള്ള ധൈര്യം കിട്ടും. ഈ ധൈര്യം, ഈ കോൺഫിഡൻസ് ആണ് എന്നെ പോലെയുള്ള ആക്ടിംഗ് ട്രെയിനേഴ്സിൻ്റെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ആക്ടിംഗ് നിങ്ങളുടെ കയ്യിലുള്ള സാധനമാണ്, കയ്യിലുണ്ടായിരിക്കണം. കാരണം അത് നമുക്കൊരു ഗുളിക പരുവത്തിലാക്കിയിട്ട് ആക്ടിങ്ങിൻ്റെ ഒരു ഗുളിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിച്ചോടുകൂടി നമ്മൾ ആക്ടർ ആവാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ആക്ടിങ് ഇൻ യു ഹാവ് ടു ബി ആക്ടേഴ്സ്, ദെൻ ഐ ക്യാൻ മേക്ക് യു എ കോൺഫിഡൻറ്റ് ആക്ടർ. ഇത്രയാണ് ആക്ടിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ സെഷനിലേക്ക് കടക്കുന്നത്. ഈ സെഷൻ എന്ന് പറയുന്നത് ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ആക്ടിങ്ങിനെ കുറിച്ചുള്ള, വെദർ ഇറ്റ് ഈസ് സ്റ്റേജ് ആക്ടിങ് ഓർ വെദർ ഇറ്റ് ഈസ് സ്ക്രീൻ ആക്ടിങ്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അതിൽ സിനിമയും വരും, സീരിയലും വരും. സ്ക്രീൻ ആക്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റേജ് ആക്ടിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഏത് സംശയവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഈ സെഷൻ, ഈ വർക്ക്ഷോപ്പ്, ഈ അഭിനയക്കളരി നന്നാവാൻ പോകുന്നത്. ഇതിൻ്റെ ചരട്, ഇതിനെ നന്നാക്കാവുന്ന ചരട് എൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, സോ യു ക്യാൻ ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആർക്കും ചോദ്യങ്ങൾ, സംശയങ്ങൾ ആക്ടിങ്ങിനെ കുറിച്ച്, സിനിമയെക്കുറിച്ചോ സിനിമയിലെ ആക്ടിങ്ങിനെ കുറിച്ചോ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും, ഇതുമായി ബന്ധപ്പെട്ട എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ തിയേറ്റർ ആക്ടിങ്ങില് തെറ്റു പറ്റിയാൽ എങ്ങനെയാ മാറ്റുക? എന്താ പോലെ അല്ല, ഇപ്പോൾ സിനിമ ആക്ടിനാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തൂടെ തെറ്റു പറ്റിയാല്? തിയേറ്റർ അല്ല, സിനിമ ആക്ടിങ് ആണെങ്കിൽ ഇപ്പൊ തെറ്റിയാൽ കട്ട് ചെയ്തൂടെ സിനിമ? അപ്പൊ തിയേറ്റർ ആക്ടിനാണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാ ചോദ്യവാ, വാ, അടിപൊളി. നന്നായിട്ട് കൈയടിച്ചേ. മോന്റെ പേര് പറയൂ. മിഹിർ. മിഖിൽ. മിഹിർ. മിഹിർ. മിഖിൽ. MIHIR. മിഹിർ. മിഹിർ. ഇരിക്കും. ഗംഭീര ചോദ്യമാണ്. എൻ്റെ അമ്മോ, ഇതൊക്കെ എങ്ങനെ ചോദിക്കാൻ പറ്റുന്നതാണ്? എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഗംഭീര ചോദ്യം മിഹിർ. ഓക്കെ, സോ ദ ചോദ്യം ഇതാണ്. സിനിമയിലാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു സാധനമാണത്, വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു സാധനമാണത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം, നിങ്ങൾ സ്റ്റേജിൽ അഭിനയിക്കണമെങ്കിൽ യു ഹാവ് ടു ബി എൻ ആക്ടർ. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നിങ്ങൾ ആക്ടർ ആവണമെന്ന് പോലുമില്ല. യു ക്യാൻ ആക്ട് ഇൻ ഫിലിം ഈവൺ ഇഫ് യു ആർ നോട്ട് ആൻ ആക്ടർ. എന്താ കാരണം? ഇപ്പം മിഹിർ ചോദിച്ച ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരവുണ്ട്. എന്താണത്? യു ക്യാൻ കട്ട്, അല്ലേ? യു ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റാം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും അടുത്ത ടേക്കിലേക്ക് പോകാം. ഒരു ടേക്ക് കൂടെ എടുക്കാം. അടുത്ത ടേക്കും ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത ടേക്കിലേക്ക് പോവാം. അങ്ങനെ 10, 20, 30, 100 ടേക്ക് വരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 102 ടേക്ക് വരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വർക്കിൽ 102 ടേക്ക് വരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അതിനുള്ള സൗകര്യമുണ്ട്. മനസ്സിലായില്ലേ? അതൊരു സൗകര്യമാണ്, ആ മാധ്യമത്തിൻ്റെ ശക്തിയാണത്. പക്ഷേ സ്റ്റേജിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ട്, അല്ലോ സോറി കേട്ടോ ഞാൻ ഒന്നുകൂടെ പറയാം എന്ന് ഈ ഇരിക്കുന്ന കാണികളോട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ലൈവ് ഷോ. ലൈവ് ജൈവ കലയാണ് നാടകം എന്ന് പറയുന്നത്. ഇപ്പോൾ നാടകം മാത്രമല്ല, ഇപ്പോൾ പാട്ട് പാടുകയാണ്, ഞാൻ പാട്ട് പാടുകയാണ്. പാട്ട് പാടുന്ന സമയത്ത് വെള്ളി വീഴ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഈ സ്വരം തെറ്റിപ്പോകും, ചിലപ്പോൾ വേറെ ശബ്ദം വരും പാട്ട് പാടുന്ന സമയത്ത്. അങ്ങനെ വരുന്ന സമയത്ത് കൂ എന്ന് നിങ്ങളെല്ലാവരും കൂവും. അങ്ങനെ കൂവാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഞാനൊരു നല്ല പാട്ടുകാരനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു നല്ല നടനാണ്, എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാനിവിടെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം നല്ലതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് തെറ്റ് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും?
എത്താ പോരാ, ആ അതാണ്. വാവ് വാവ്. അപ്പം നിങ്ങൾ കൂവും, ഞാനത് കേൾക്കേണ്ടി വരും. അപ്പോൾ മിഹിറിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ കൂവൽ അവോയ്ഡ് ചെയ്യുന്നത്? ഈ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ്, എൻ്റെ നാടകവും കൊണ്ട് ഈ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 മാസം ഞാനിത് റിഹേഴ്സൽ ചെയ്യും, പക്കയാക്കും. ഞാൻ ഡയലോഗ് പഠിക്കും. മിഹിറിന് ഡയലോഗ് ഉണ്ടെങ്കിൽ മിഹിറിൻ്റെ ഡയലോഗ് പഠിക്കും. എല്ലാവരുടെയും ഡയലോഗ് നമുക്കറിയാം. നാടകത്തിൽ ഈ ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീൻ എന്താണെന്ന് അറിയാം, ഒരു ഡയലോഗ് കഴിഞ്ഞാൽ അടുത്ത ഡയലോഗ് എന്താ അറിയാം. അങ്ങനെ നമ്മൾ ഇത് പഠിച്ച് തറോ ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നത്. ഓക്കെ. സിനിമയിൽ ഒട്ടുമിക്ക സമയത്തും, എസ്പെഷ്യലി മലയാളം സിനിമകളിൽ ഒട്ടുമിക്ക സമയത്തും, ഒട്ടുമിക്ക സിനിമകളിലും നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് അന്നേരം കിട്ടുകയുള്ളൂ. സ്ക്രിപ്റ്റ് അന്നേരം കിട്ടും. നിങ്ങൾ അന്നേരം പഠിക്കണം, അന്നേരം പറയണം. മനസ്സിലായില്ലേ? പക്ഷെ നാടകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ നാടകത്തിൽ സ്കൂളിലൊക്കെ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ഇനി ചെയ്യും അല്ലേ? അല്ലേ? അങ്ങനല്ലേ മീറെ? നാടകം ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ചെയ്യില്ലേ? നോക്കാം. ഓക്കെ, അത് കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ അത് നമ്മൾ റിഹേഴ്സ് ചെയ്ത് പഠിക്കും. നന്നായിട്ട് പഠിച്ച ശേഷമാണ് നമ്മൾ സ്റ്റേജിൽ കയറുക. നന്നായിട്ട് പഠിച്ച് നമ്മൾ സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ കൈകാര്യം ചെയ്യും അല്ലേ? ഓഡിയൻസ് കൈകാര്യം ചെയ്യും. നടനെയോ നടിയോ ഓഡിയൻസ് കൈകാര്യം ചെയ്യും. ആ കൈകാര്യം ചെയ്യൽ നിന്ന് രക്ഷപ്പെടാനാണ് നന്നായിട്ട് റിഹേഴ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ സ്റ്റേജിൽ നിന്ന് അഭിനയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നല്ല നടനോ ഒരു നല്ല നടിയോ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സ്റ്റേജിൽ നിന്ന് പാട്ട് പാടണമെങ്കിൽ നിങ്ങളൊരു നല്ല ഗായികയോ നല്ല ഗായകനോ ആവണം. അല്ലാതെ ഞാൻ കുളിമുറിയിലൊക്കെ പാടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറി ഒന്നും പാടാൻ പറ്റില്ല. യു ഹാവ് ടു ബി എ സിംഗർ. അപ്പോൾ അതാണ് മോനെ. ലൈവ് ജൈവമായിട്ടുള്ള കലയാണ് നാടകം എന്ന് പറയുന്നത്. ജൈവമായിട്ടുള്ള കലയാണ് പാട്ട് കച്ചേരി എന്ന് പറയുന്നത്. ഡാൻസ്, നമ്മൾ സിനിമയിലത്തെ ഡാൻസ് അല്ല, ഇവിടെ ഡാൻസ് ചെയ്യണമെങ്കിൽ നല്ല ഡാൻസർ ആയാൽ മാത്രമേ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഓഡിയൻസിന് മുമ്പിൽ. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എനിബഡി എൽസ്? ശ്രീകല. ഓക്കെ, പറയൂ ശ്രീ. സാർ ഇപ്പം പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടത്, ഇപ്പം സ്റ്റേജിലാണെങ്കിൽ പെട്ടെന്ന് കാലോ എന്തെങ്കിലും പൊട്ടി എന്ന് വിചാരിക്കുക. ആ സമയത്ത് സാർ ആ പരിപാടി ഒഴിവാക്കുകയോ ചെയ്യോ അതോ അത് മറന്നിട്ട് ചെയ്യോ? ഓക്കെ, ഗുഡ് അഗൈൻ ശ്രീ. വെരി 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 ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഞാൻ ലണ്ടനിൽ വെച്ച് ചെയ്തൊരു നാടകമുണ്ട്. ആ നാടകത്തിൻ്റെ പേര് ഹോമറുടെ ഒഡീസി എന്ന് പറയുന്നൊരു, കേട്ടിട്ടുണ്ടോ? ഒഡീസി കേട്ടിട്ടുണ്ടോ? നമ്മുടെ രാമായണവും മഹാഭാരതവും ഒക്കെ പോലെയുള്ള ഒരു ഗ്രീക്ക് മിത്താണ് ഒഡീസി എന്ന് പറയുന്ന. ഒഡീസിയസിൻ്റെ കഥ. അദ്ദേഹം കടലിലൂടെ യാത്ര ചെയ്ത് പോയി 40 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് വരുന്ന കഥയാണ്. പല പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് തിരിച്ചു വരുന്ന ഒരു കഥയാണ് ഒഡീസി എന്ന് പറയുന്നത്. ഒഡീസിയസിൻ്റെ കഥയാണ്. അപ്പോൾ ഈ ഒഡീസി എന്ന് പറയുന്ന നാടകം ഞാൻ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അത് ലണ്ടനിലെ റിവർസൈഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ട്. വലിയ ഒരു തിയേറ്ററാണത്. ഈ തിയേറ്ററിൽ ഞങ്ങൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ സ്റ്റേജിൽ ഒരു മരത്തിൻ്റെ കുറ്റി വെച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കുറ്റിയുടെ ഉള്ളിൽ ഒരു വലിയ കത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കത്തി ഊരണം. കത്തി ഊരി വന്നിട്ട് ഈ കത്തി കയ്യിൽ വെച്ചിട്ട് ഡയലോഗ് പറയണം. അതാണ്. അപ്പോൾ അതെല്ലാ സ്റ്റേജിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ, മറ്റേ ഈ നാടകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂർച്ചയില്ലാത്ത കത്തിയല്ല. ഇറ്റ് ഈസ് എ റിയൽ നൈഫ്. അപ്പോൾ ഈ നൈഫ് ഞാൻ ഇതെങ്ങനെ എടുക്കുന്നത്? ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ കൈ ഇവിടെ വെച്ചിട്ട് വലിച്ചെടുക്കണം. ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വലിച്ച സമയത്ത് ഇവിടെ കൊണ്ടുവത് ഇവിടെ കൊണ്ടിട്ട് രക്തം ഒഴുകാൻ തുടങ്ങി. പക്ഷേ എനിക്ക് നിർത്താൻ പറ്റില്ല. കാരണം എനിക്ക് കത്തി പിടിച്ചുകൊണ്ട് ഡയലോഗ് പറയണം. ഈ കയ്യിലല്ല, ഈ കയ്യിലാണ് കത്തി പിടിക്കുന്നത്.
അപ്പം ഞാൻ ഡയലോഗ് പറഞ്ഞ് ഇനിയൊരു 15 മിനിറ്റ് കൂടി ഉണ്ട് ഇൻ്റർവെൽ വരാൻ. 15 മിനിറ്റ് കൂടിയുണ്ട്. എൻ്റെ കയ്യിൽ കൂടെ ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അഭിനയിക്കുന്നവരൊക്കെ കണ്ടു, ഈ രക്തം കണ്ടു. എല്ലാവരും നാടകം ഒന്ന് ഫാസ്റ്റാക്കി. നിർത്താൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. നാടകം ഒന്ന് ഫാസ്റ്റാക്കി. 15 മിനിറ്റിൽ ഇൻ്റർവെൽ വരേണ്ടത് ഏതാണ്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റർവെലായി ഞാനങ്ങോട്ട് പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടത്തെയൊക്കെ പ്രൊഫഷണൽ നാടകം കളിക്കുന്ന സ്ഥലത്ത് ഈ മെഡിസിൻ കിറ്റും എല്ലാം റെഡിയാണ്. ഞാൻ പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റേജ് മാനേജർ വിത്ത് ബാൻഡേജ് അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ കൂട്ടിക്കെട്ടി. പിന്നെ ഒരു 15 മിനിറ്റാണ് ഇൻ്റർവെൽ ഉള്ളത്. മരുന്നൊക്കെ തന്നു. അവിടെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മരുന്നൊക്കെ തന്ന് ഈ ഫ്ലോ മാറ്റി. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം വരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു കെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ട ശേഷം നമ്മൾ വിദേശങ്ങളിൽ യൂറോപ്പിലൊക്കെ നാടകം കളിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നാടകം കളിച്ചു കഴിഞ്ഞാൽ, നാടകം കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസൊക്കെ എണീറ്റ് വീട്ടിൽ പോവും. അതല്ലേ ഉണ്ടാവുക, അല്ലേ? നമ്മൾ നാടകം കാണും, വീട്ടിൽ പോവും, അല്ലേ? പക്ഷെ അവിടെ അതല്ല. അവിടെ നാടകം കഴിഞ്ഞാലും ഓഡിയൻസ് പോവില്ല. ഓഡിയൻസ് വെയിറ്റ് ചെയ്യും. ഈ ആക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെ അവർ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് അവർ നമ്മളോട് വന്ന് നാടകം എങ്ങനെ ഉണ്ടായിരുന്നു, നാടകത്തോടുള്ള അവരുടെ ഇഷ്ടം, അവർക്ക് ഇഷ്ടക്കുറവ് വന്നത് എവിടെയാണ്, അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് എവിടെയാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്നൊക്കെ നമ്മളോട് സംസാരിച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഈ ആക്ടേഴ്സിനോട് വർത്തമാനം പറഞ്ഞ ശേഷമേ ഈ ഓഡിയൻസ് പിരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ അന്ന് ഈ കൈ മുറിഞ്ഞ ദിവസം ഞാൻ പുറത്ത് കിടന്ന് പലരോടും സംശയം. പക്ഷേ ആരും ഇത് നോട്ടീസ് ചെയ്തിട്ടില്ല. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങൾ മാത്രമേ അത് അറിഞ്ഞുള്ളൂ. ഭാഗ്യത്തിന് അത് ഞങ്ങൾ ഹൈഡ് ചെയ്ത് പക്ഷെ നിലത്ത് മുഴുവനും ചോരയുണ്ടായിരുന്നു അന്ന് ആ കളിക്കുന്ന സമയത്ത്. എനിവേ, ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കഴിയുന്നതും നമുക്ക് നിർത്താൻ പറ്റില്ല. അത് ഇപ്പം ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ ബോധം കെട്ട് വീണിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. കഴിയുന്നതും നമ്മളത് കാണിക്കില്ല. നമുക്ക് ഇത് അപകടം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാനേ ശ്രമിക്കുള്ളൂ. നാടകം മുടക്കാൻ ശ്രമിക്കില്ല. ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്റെ പേര് മാസൂമ തൻവീർ. എന്താണ്? മാസൂമ. നല്ല പേരാണ് മാസൂമ. ആദ്യത്തെ പറയൂ. ആദ്യത്തേത് ഞാനിപ്പോ ഗാന്ധിജി ആയിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ഗാന്ധിജിയാവും. ഇപ്പൊ ഈ നാടകത്തിലെ രണ്ടാനമ്മ മകളും ആണെങ്കിൽ അതെങ്ങനാ? നമ്മൾ ചിലപ്പോ ഞാൻ രണ്ടാം മകളാണെങ്കിൽ, രണ്ടാമത്തെ മകളാണ് സ്റ്റെപ്പ് ഡോട്ടർ ആണെങ്കിൽ രണ്ടെണ്ണമ്മ പ്രതികരിച്ച് ഞാൻ അങ്ങോട്ട് പ്രതികരിക്കും. പക്ഷെ സ്റ്റേജിൽ കരയുന്നതായിട്ട് അഭിനയിക്കുമ്പോൾ എങ്ങനെ നമ്മളത് ശരിക്കും ആ ക്യാരക്ടർ ഇല്ലല്ലോ. സിനിമയിൽ തോറ്റ ഡയലോഗും അല്ല. നമ്മള് ഈ സിനിമയിലുള്ള ഡയലോഗ് ഒന്നും അല്ല. സിനിമയിൽ അഭിനയിക്കുമ്പോഴല്ലേ സിനിമയിലുള്ള ആക്ടേഴ്സിന്റെ ഇതാക്കാം നമ്മള് അതാന്നുള്ള കഥാപാത്രമാവുന്നത്. അപ്പൊ ഈ സിനിമയിലല്ലേ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് എന്താ രീതിയിലാ? പിന്നെ അത് മാത്രല്ല, ഇപ്പൊ രണ്ടാനമ്മ മകളാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യണ്ടേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയൂ. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇരിക്കും മോളെ. സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇംപ്രവൈസ്ഡ് പ്ലേ എന്ന് പറയും. എന്താ പറയാ? ഇംപ്രവൈസ്ഡ് പ്ലേ. അത് മലയാളത്തിൽ പറയാ മനോധർമ്മ നാടകം. നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച്, അതായത് മോളിപ്പോ പറഞ്ഞ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഒരു ടെക്നിക്കൽ നമ്മള് അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ അതിൽ കളിക്കും. ആര് സ്വന്തമായിട്ട് ഉണ്ടാക്കും? ഈ നമ്മള് വിളിക്കൂല ആൾക്കാര്, നാടകം എഴുതുന്ന ആൾക്കാര് അവരുണ്ടാക്കും, നമ്മളെ വിളിക്കും. പക്ഷെ അത് സിനിമയില് കണ്ടതൊന്നും ആയിരിക്കൂല, സിനിമയില് ഉള്ളതൊന്നും ആയിരിക്കൂല, സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെയല്ലേ ഉണ്ടാക്കണ്ട സ്ക്രിപ്റ്റ്. ഇപ്പൊ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ സിനിമയിലുള്ളതല്ല എഴുതുക, ഞാൻ പുതിയ സ്ക്രിപ്റ്റാണ് എഴുതുക, അല്ലെ? അപ്പോഴല്ലേ പുതിയതാവുന്നുള്ളൂ. അതൊന്ന്. പിന്നെ ഈ സ്റ്റെപ്പ് ഡോട്ടറിന്റെ കാര്യം എന്തായിരുന്നു? സ്റ്റെപ്പ് ഡോട്ടർ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മള് ഈ സിനിമയിലെ ആളൊന്നും അല്ലല്ലോ, അപ്പൊ എങ്ങനെയായിരിക്കും? അതായത് മോളെ സ്റ്റെപ്പ് ഡോട്ടർ എന്നല്ല, എനി ക്യാരക്ടർ ഇരിക്കും മോളെ, എനി ക്യാരക്ടർ യു ഗെറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നത്? ഇപ്പം
മോൾക്ക് ഞാൻ കല്യാണി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വയ്ക്കും. ഓക്കെ, സ്റ്റെപ്പ് ഡോട്ടർ അവിടെ നിൽക്കട്ടെ. കല്യാണി. അപ്പം ഈ കല്യാണി എന്ന് പറയുന്ന കഥാപാത്രം മെയിനായിട്ട് വരുന്ന ഒരു നാടകം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഞാൻ എഴുതുകയാണെന്ന് വയ്ക്കും. ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ മാസുവിനെ ഞാൻ വിളിക്കുകയാണെന്ന് വയ്ക്കും. അപ്പോൾ മാസു ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ഓരോരുത്തരും എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല, മാസുവിൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ കല്യാണി എന്ന് പറയുന്ന കുട്ടി ഒരു അനാഥയായ കുട്ടിയാണെന്ന് വിചാരിച്ചോ? അപ്പൊ ഞാൻ അനാഥയെ പോലെ അഭിനയിക്കണം? ആയിട്ടില്ല, പറയട്ടെ. ഒരു അനാഥയായ കുട്ടിയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ എഴുതിയ കഥാപാത്രത്തിൽ ഈ പിന്നെ കല്യാണി എന്ന് പറയുന്ന കുട്ടി അനാഥയാണ്. ഓക്കെ, ഈ അനാഥയായ കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ നമ്മുടെ ഭാവനയിൽ ആദ്യം ഒന്ന് ആലോചിക്കണം. അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ട ഒത്തിരി കൊച്ചു കുട്ടികൾ നമ്മുടെ മനസ്സിൽ വരും. നമുക്കറിയാവുന്ന നാടകത്തിലല്ല, ജീവിതത്തിൽ. നാടകത്തിലേക്കും സിനിമയിലേക്കും പോവാറായിട്ടില്ല. ജീവിതത്തിൽ നമ്മൾ കണ്ട കുറേ കുട്ടികളെ മുഖം നമുക്ക് ഓർമ്മ വരും. അതിൽ ഏറ്റവും പാവമായൊരു കുട്ടി, എൻ്റെ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നാടകത്തിലല്ലേ, ജീവിതത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഫിലോമിന എന്ന പേരായിട്ടുള്ളൊരു കുട്ടി എൻ്റെ ക്ലാസ് പഠിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി, അമ്മൂമ്മയാണ് ആ കുട്ടിയെ വളർത്തിയത്. അപ്പോൾ ഈ ഫിലോമിനയെ നമ്മളൊന്ന് മനസ്സിൽ കാണുക. ആ കുട്ടി എങ്ങനെയാണ് പെരുമാറുന്നത്, ആ കുട്ടി എങ്ങനെയാണ് നടക്കുന്നത്, ആ കുട്ടി എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ കുട്ടി ഷൗട്ട് ചെയ്യോ, ആ കുട്ടി പതുക്കെ സംസാരിക്കുമോ, ആ കുട്ടിക്ക് പേടിയുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കി പഠിക്കുക. മനസ്സിലായി? നമ്മുടെ മനസ്സിലേക്ക് വരണം അത്. അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒബ്സർവേഷൻ, നമ്മൾ മറ്റൊരാളെ കണ്ട് പഠിക്കുകയാണ്. നമ്മൾ സിനിമയിലായാലും നാടകത്തിലായാലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള കഥാപാത്രങ്ങളാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ചുറ്റും കാണുന്ന ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് അവരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അവരെയാണ് നമ്മൾ നമ്മുടെ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിക്കുന്നത്. അല്ലെങ്കിൽ സിനിമയിൽ വേറെ ആരും ചെയ്ത പോലെയോ നാടകത്തിൽ വേറെ ആരും ചെയ്ത പോലെ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല, 100% പറ്റും. 100% പറ്റും. അപ്പൊ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ മോളെ കൊണ്ട് തന്നെ ചെയ്ത് കാണിച്ചിരുന്നു. എന്തോ അല്ല, റെഡി ആവാണ്ടല്ല മോളെ, എല്ലാവരുടെയും ചോദ്യങ്ങളുണ്ട്, എല്ലാവർക്കും സംശയങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യണ്ടേ നമുക്ക്? അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന ആളുകളെ ഒബ്സർവ് ചെയ്ത് അവരുടെ ചില അംശങ്ങൾ നമ്മൾ സ്വീകരിച്ച്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ കല്യാണി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് ഫിലോമിന എന്ന് പറയുന്ന പാവം കുട്ടി ചിലപ്പോൾ നടക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഫിലോമിനയുടെ ആ മാനറിസംസ് നമ്മൾ നമ്മുടെ കഥാപാത്രത്തിലേക്ക് എടുത്ത് അതുപോലെ ആ കഥാപാത്രത്തെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ നാടകത്തിലെ കല്യാണി എന്ന നാടകത്തില് ഞാനൊരു ദേവതയാണെങ്കിൽ ഞാൻ ദേവതയൊന്നും കണ്ടിട്ടില്ലല്ലോ. ദേവതക്ക് മാജിക് പവേഴ്സ് ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലോ ദേവത. അപ്പൊ ദേവത എന്ന് പറയുന്ന സമയത്ത് അത് റിയലിസ്റ്റിക് അല്ല. അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സാധനമല്ല. അപ്പൊ ദേവതയായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ? യു ക്യാൻ ബിക്കം ദാറ്റ്. അതിലേക്ക് കാരണം അത് നമ്മളിപ്പം നമുക്ക് ബസ് സ്റ്റോപ്പ് പോയി കഴിഞ്ഞാൽ, പിന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ദേവതയെ കാണാൻ പറ്റില്ല. ദേവതയുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഇമാജിനേഷനിലാണ്. പിന്നെ നമ്മൾ ചിത്രങ്ങളിൽ കാണാം, നമ്മൾ കണ്ട ചില കുട്ടികളുടെ സിനിമകളിൽ കാണാം, ബുക്കുകളിൽ കാണാം. അതിൽ നിന്നൊക്കെ നമ്മൾ എടുത്ത് അത് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പൊ ഡാഗിനി എന്നൊക്കെ പറഞ്ഞുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ, അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ അഗെയിൻ യു യൂസ് യുവർ ഇമാജിനേഷൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി ഒന്നുകൂടി ഉണ്ടോ? രണ്ടെണ്ണുണ്ട്. ഒന്ന് ഞാൻ ഓർമ്മ, ഒന്നിപ്പോ ഓർമ്മയുണ്ട്. ഈ നാടകത്തിൽ അഭിനയിക്കാൻ എങ്ങനെ അവസരം കിട്ടാ? സ്കൂളിലൊന്നും ഇങ്ങനെ നാടകത്തിന് ചേർക്കുന്നില്ല, അതും ഇല്ല. പിന്നെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, അതിന് അവസരം കിട്ടുന്നില്ല. നാടകത്തിൽ എങ്ങനെ അവസരം കിട്ടും? അവിടെ എവിടെയെങ്കിലും പരിപാടി എങ്ങാനുണ്ടോ? ഓക്കെ, പറയാം. ഇതേ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോട്ടയത്ത് നടന്നപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ച അതേ ചോദ്യമാണത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഒരു നാടക നടനായത് എന്ന് ഞാൻ പറഞ്ഞു. അന്ന് എന്തുണ്ടായിരുന്നു? ബാലജനസഖ്യം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോഴും ബാലജനസഖ്യം എന്നൊക്കെ പറയുന്ന ക്ലബ്ബുകൾ, കുട്ടികളുടെ ക്ലബ്ബുകൾ, മനോരമ നടത്തുന്ന ബാലജനസഖ്യം അല്ലെങ്കിൽ
മാതൃഭൂമിയുടെ സ്റ്റഡി സർക്കിൾ അല്ലെങ്കിൽ ബാലസംഘം, ദേശാഭിമാനിയുടെ ബാലസംഘം എന്നൊക്കെ പറയുന്ന സംഘടനകൾ ഇവിടെ ഉണ്ട്. അത് തേടി പിടിക്കണം. ഒന്ന്, എവിടുന്നാ വരുന്ന മോള്? കണ്ണൂരിന്ന്. ആ കണ്ണൂരിൽ എവിടെ? കണ്ണൂരിനാന്ന് എനിക്ക് അറിഞ്ഞൂടെ? അതല്ല, ഞാൻ ഇത്ര ദിവസം കോഴിക്കോടിലായിരുന്നു താമസിച്ചത്. ഇപ്പൊ എവിടെയാന്ന് പറയൂ. ഇപ്പൊ ഇവിടെ തന്നെ. കണ്ണൂർ എവിടെ? താണക്ക്. താണത്ത്. ഓക്കെ. അപ്പൊ അവിടെ ഇത്തരം കുട്ടികളുടെ ക്ലബുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു 10 കുട്ടികളെ സംഘടിപ്പിക്കുക. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലേ, ആ ഫ്രണ്ട്സിനൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ തന്നെ ഒരു നാടകം എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ തന്നെ അത് ചെയ്യാം. ഞാൻ നാടകം എഴുതു, പക്ഷെ ആരും എൻ്റെ കൂടെ വരൂല. വിളിക്കണം, അത് സംഘടിപ്പിക്കണം. അവിടെയാണ് നമ്മളൊരു ക്യാപ്റ്റൻ ആവുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സംഘടിപ്പിക്കണം കുട്ടികളെ. ഒരു 4 പേരുള്ള നാടകം, 4 പേര് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും ഉണ്ടാവും. ഈ 4 പേരെ വെച്ചിട്ട് ഒരു നാടകം എഴുതുക. എന്നിട്ട് ആ നാടകം ആദ്യം വീട്ടുകാരുടെ മുമ്പിൽ ചെയ്യാം. ഈ വീട്ടുകാരെ വെച്ച് തന്നെ ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ ആരും അഭിനയിക്കാൻ വരുന്നില്ല. അത് വരുത്തണം മോളെ. അവിടെയാണ് മോളൊരു ലീഡർ ആവുന്നത്. യു ബിക്കം എ ലീഡർ കേട്ടോ. അങ്ങ് സംഘടിപ്പിക്കുക. മനസ്സിലായോ? എന്നിട്ട് ആദ്യം വീട്ടുകാരുടെ മുമ്പ് ചെയ്യുക. എന്നിട്ട് അവർ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊന്ന് നമ്മൾ മൊബൈലിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് പതുക്കെ യൂട്യൂബിലും അവിടെയും ഇവിടെയൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്താലോ കേട്ടോ. അപ്പൊ ഇനി അത് ചെയ്യോ? എന്ത് നോക്കാൻ? നോക്കിയാ പോരാ, ചെയ്യാന്ന് പറയൂ. എന്നിട്ട് എന്നെ അറിയിക്കോ അത്? ഞാൻ നമ്പറൊക്കെ തരാം, എന്നെ അറിയിക്കോ അത്? അവിടെ കോട്ടയത്തെ ഒരാൾ എന്നോട് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്ത് ഇതുപോലത്തെ മോളെ പോലത്തെ ഒരു കൊച്ചു പയ്യൻ എന്നോട് പ്രോമിസ് ചെയ്തിട്ട് അയാൾ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടികളുടെ 4-5 പേര് മതി. അത് ചെയ്യോ? ഞാൻ നമ്പർ തരാം, ഞാൻ നമ്പറൊക്കെ തരാം. എന്നിട്ട് എന്നെ വിളിച്ച് പറയോ, സാർ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ നാടകം എഴുതിയിട്ട് 4 പേരെ സംഘടിപ്പിച്ച് ഞാൻ നാടകം ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറയോ? എപ്പോ പറയും? 2 വീക്സ്, 1 മന്ത്. സാറിന്റെ പക്കൽ ഏതെങ്കിലും കുട്ടികളുണ്ടാവോ? ഞാൻ എറണാകുളത്തല്ലടോ. ഓക്കെ, അത് ചെയ്യോ? പ്രോമിസ്? ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് യു ട്രൈ. ഓക്കെ, ട്രൈ ചെയ്യും. ഗുഡ്. അതാ വീണ്ടും അതോ ഇയാൾ ചോദിച്ചിട്ട് അടുത്ത് കേട്ടോ. ഇപ്പൊ നമ്മള് ഷോ ഇതാക്കുമ്പോ എന്താണ് ഇപ്പൊ നമ്മള് ഷോ നടക്കുമ്പോ നമ്മള് പെട്ടെന്ന് ലിറിക്സ് മറന്നുപോയാലോ? മറന്നുപോയാൽ എന്ത് ചെയ്യുന്നു അല്ലേ? മോളെ പേരെന്താണ്? ഋതി ശോഭൻലാൽ. ഋതി അല്ലേ? ഋതി എന്ന് വിളിച്ചാൽ പറയാം ഞാൻ. ഓക്കെ, ഋതി ഇരിക്കും. നമ്മൾ അതാണ് ഞാൻ ആദ്യത്തെ മോളെ, അതാണ് ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടിയിൽ അതുണ്ട്. നമ്മൾ ആദ്യം റിഹേഴ്സൽ ചെയ്യും അല്ലേ? ആ റിഹേഴ്സൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? ഡയലോഗ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ഒരു 100 പ്രാവശ്യം നമ്മൾ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോകില്ലത്. ഈ റിഹേഴ്സൽ ചെയ്യുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് റിഹേഴ്സൽ ചെയ്യണം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പാഠങ്ങൾ പഠിക്കുന്ന അതേ സീരിയസ്നെസ്സോട് കൂടി ഡയലോഗ് പഠിക്കണം. അപ്പോൾ ഡയലോഗ് നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറക്കില്ല. കാരണം ഡയലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ അല്ല ഡയലോഗ് പഠിക്കുന്നത്. ഡയലോഗ് പറയുന്നത് ഞാൻ മോളോട് സംസാരിക്കുന്നു, മോൾ എന്നോട് സംസാരിക്കുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ കഥാപാത്രമായിട്ടാണ് മോളോട് സംസാരിക്കുന്നത്, മോള് അച്ഛനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ തലയിലെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കും. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഡയലോഗ് പഠിക്കുന്നത്. ഈ ഡയലോഗ് പഠിച്ച് ഒരുപാട് പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യുമ്പോൾ, നന്നായിട്ട് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു അനുഭവം കൂടി പറയാം. ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ട് ഞാനൊരു നാടകം ചെയ്യുകയാണ്. ആ നാടകം ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ആക്ടറാണ്, വിൻസെൻറ്റ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഞങ്ങൾ കുറേ റിഹേഴ്സലൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയലോഗ് ഞാൻ ഡയലോഗ് പറയുന്നു, പിന്നെ അയാൾ ഡയലോഗ് പറയുന്നു, പിന്നെ വേറെ ആൾ ഡയലോഗ് പറയുന്നു, പിന്നെ വീണ്ടും അയാൾ ഡയലോഗ് പറയുന്നു, ഞാൻ ഡയലോഗ് പറയുന്നു. ഇതാണ് ഇതുള്ളത്. പക്ഷേ ഒരു സീനിലെത്തിയപ്പം ഈ വിൻസെൻറ്റ് എന്ന് പറയുന്ന ആൾ അങ്ങനെ നിന്നുപോയി, സ്റ്റക്കായിപ്പോയി. മറന്നുപോയതല്ല, പുള്ളി സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ പുള്ളിയുടെ ഡയലോഗും ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ അതിനെ മറുപടിയും പറഞ്ഞു. പിന്നെ പുള്ളി ഓക്കെ ആയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അഥവാ
നമ്മൾ മറന്നുപോയാൽ, നമ്മൾ കൃത്യമായിട്ടുള്ള ഡയലോഗ് മറന്നുപോയാൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും സാധനം കയ്യിൽ നിന്നിടാം. പക്ഷേ അതിന് നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ബാക്കി സ്റ്റേജിലുള്ള ആക്ടേഴ്സ്, കോ ആക്ടേഴ്സ് നമ്മളെ ഒരുപാട് സഹായിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോ സിനിമയിൽ നമ്മൾ എന്തെങ്കിലും ഡ്രോപ്സ് ഇട്ടിട്ട് കരിയിപ്പിക്കൂലേ? എന്തെങ്കിലും ഡ്രോപ്സ് ഇട്ടിട്ട് ഇങ്ങനെ കരിയുന്ന പോലെ ആക്കൂലേ? ഇപ്പൊ നാടകത്തിൽ ഇപ്പൊ കരിയേണ്ടി വന്നാൽ എങ്ങനെയാ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അഗെയിൻ വളരെ വളരെ നല്ല ചോദ്യമാണ്. ഓക്കെ, മൈക്ക് വാങ്ങിക്കോളൂ. മിഹിർ അല്ലേ? മിഹിറല്ലേ? മിഹിറെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെങ്ങനെ ചോദിച്ച് കുഴക്കാണ് മിഹിർ. അപ്പോൾ ചോദ്യം ഇതാണ്, സിനിമയിൽ ഡ്രോപ്പ് ഉറ്റിച്ച് കരയും എന്നാണ് മിഹിർ പറഞ്ഞത്. ഡ്രോപ്പ് അല്ല, അത് ഗ്ലിസറിൻ ആണ്. അതിൻ്റെ വാക്ക് ഗ്ലിസറിൻ എന്നാണ്. ഗ്ലിസറിൻ കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരയാൻ പറ്റും. പക്ഷേ നാടകത്തിൽ, ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ അഭിനയിക്കുന്നതിനിടയ്ക്ക് ഒരു മിനിറ്റ് ഞാനൊന്ന് ഗ്ലിസറിൻ തേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ഗ്ലിസറിൻ തേക്കാനുള്ള സമയമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ നാടകത്തിൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് യു ഹാവ് ടു ക്രൈ. കണ്ണിന്ന് വെള്ളം വരും മോനെ. നമ്മൾ കൃത്യമായിട്ട് സങ്കടമായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ, സങ്കടം നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ലിസൺ ലിസൺ ലിസൺ, നല്ല ചോദ്യം ചോദിച്ച് മേലോട്ട് നോക്കിയിരിക്കല്ലേ, എന്നെ നോക്കൂ. നമ്മൾ കൃത്യമായിട്ട് കരയണം എന്നുദ്ദേശിച്ച് എന്ത് ഡയലോഗ് പറയണമെങ്കിലും tears will come to your eyes. ഒരു ഡയലോഗ് പറയാം. എന്താ ഒരു ഡയലോഗ് പറയാം? എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാം. ഇപ്പം എന്താ കൈവക്കിയത്? അത് പറ. സന്തോഷിച്ചിട്ടും കരയും. എങ്ങനെയായാലും ആയിരിക്കും മോനെ. നല്ല 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 ചോദ്യമാണ്. സന്തോഷിച്ച് കരയുകയാണെങ്കിലും ചിരിച്ച് കരയുകയാണെങ്കിലും നമുക്ക് സന്തോഷം വരണം. സന്തോഷം വന്നിട്ട് അങ്ങനെ കരച്ചിൽ വരണം. സന്തോഷിച്ചിട്ട് കരയാൻ പറ്റണം. മനസ്സിലായി? അത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് പറ്റും. അത് മനസ്സിലായല്ലേ? സിനിമയിൽ ഈ പറഞ്ഞ മാതിരി എന്താ ഡ്രോപ്പിൻ്റെ പേര് എന്താ പറഞ്ഞു തന്നെ? ഞാനെന്താ? ഗ്ലിസറിൻ. ഗ്ലിസറിൻ സിനിമയിൽ കിട്ടും, നാടകത്തിൽ അത് കിട്ടില്ല. നാടകത്തിൽ യു ഹാവ് ടു വർക്ക് വിത്ത് യുവർ മൈൻഡ്. മനസ്സിലായില്ലേ? അത് സന്തോഷം എന്ന് പറയുന്നത് സന്തോഷമായിട്ട് ഞാൻ എന്ന് പറയുകയാണെങ്കിൽ കണ്ണിൽ വെള്ളമൊന്നും വരില്ല. എന്താ കാരണം? ഇപ്പം ഞാൻ സന്തോഷിക്കുകയല്ല. ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ സന്തോഷം അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് യെസ് കം ഓൺ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം എൻ്റെ കണ്ണിൽ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഓൾറെഡി ഉണ്ടാവോടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നമ്മളും നമ്മുടെ മനസ്സും തമ്മിലുള്ള കളിയാണത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മിഹിറെ, നമ്മൾ അഭിനയിക്കുകയല്ല ചെയ്യണത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ സ്റ്റുഡൻസിനോടും പറയും, ഇറ്റ്സ് നോട്ട് ഹൗ യു ആക്ട്. മൈ വർക്ക്ഷോപ്പ്, മൈ ക്ലാസ് ഇസ് ഹൗ ടു നോട്ട് ആക്ട്. എങ്ങനെ ആക്ട് ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ആക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണ് എന്ന് പറയുന്നതാണ് ആക്ടിങ്. എന്ന് പറയുന്നത് ഐ ആം ബിക്കമിങ് ഹാപ്പി. മനസ്സിലായില്ലേ? ഐ ആം ഹാപ്പി. ആദ്യം ചെയ്തതിൽ ഞാൻ ഹാപ്പി ആയിട്ട് അഭിനയിക്കുകയാണ്. അതല്ല വേണ്ടത്. ഇഫ് യു ആർ ഹാപ്പി, യു ബി ഹാപ്പി. ഇഫ് യു ആർ സാഡ്, യു ബി സാഡ്. If you are angry, you be angry. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയൊക്കെ നമ്മൾ അത് മനസ്സുകൊണ്ടുള്ള കളിയാണത്. ഭയമാണെങ്കിൽ യു ഹാവ് ടു ഫീൽ ദാറ്റ് യു ആർ സ്കേർഡ്. ഫിയർ, പേടിയുണ്ട് എന്നുള്ള മനസ്സിൽ തോന്നണം. ഇതൊക്കെ മനസ്സും നമ്മളും തമ്മിലുള്ള ഒരു കളിയാണ്. മനസ്സിലായോ? അപ്പോൾ അഗെയിൻ മോൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണത്. സിനിമയിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങൾ
ദുഃഖിതനാണ് എന്ന് അറിയിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീര് തരാൻ സിനിമയ്ക്ക് കഴിയും. നാടകത്തിന് അതിന് കഴിയില്ല. നാടകത്തിന് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കരഞ്ഞേ പറ്റൂ. മനസ്സുകൊണ്ട് കരയണം. മനസ്സിലായില്ലേ? പക്ഷേ സിനിമയിൽ അത് ചെയ്യുന്ന നടന്മാരുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ തിലകൻ ചേട്ടൻ്റെ കഥ പറഞ്ഞ പോലെ, നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ റുപ്പി എന്നുള്ള പടം കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? ഈശ്വര, തിലകൻ ചേട്ടനൊക്കെ പോലെയുള്ള ആക്ടേഴ്സിനെ അല്ലാതെ എനിക്ക് വേറെ നല്ല എക്സാമ്പിൾ പറയാനുള്ള ആക്ടേഴ്സ് ഇപ്പോൾ ഇല്ല ആക്ച്വലി, ആ ഒരു ശ്രേണിയിൽ വരുന്ന ആക്ടേഴ്സ്. അപ്പോൾ അവരൊക്കെ ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് അവർ കരയുന്നുണ്ടെങ്കിൽ, അവർ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ യഥാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അവർ ദേഷ്യം അഭിനയിക്കുകയല്ല, അവർ സങ്കടം അഭിനയിക്കുകയല്ല, അവർ ഉള്ളുകൊണ്ട് കരയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഹാസ് ടു കം ഫ്രം ഇൻസൈഡ്. ഓക്കെ, ഡൺ? എനിബഡി എൽസ്? യാ, അവിടെ 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 നാടകം കളിക്കുന്നതിന് കിട്ടുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആ ചോദ്യം കൃത്യമായിട്ട് എന്നോട് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം സിനിമ വേണ്ട, നാടകം മതി എന്ന് തീരുമാനിച്ച ഒരു നടനാണ് ഞാൻ. നാടകത്തിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും തമ്മിൽ, നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്, നാടകം ലൈവാണ്. മോൻ്റെ പേരെന്താ? പേര് പറഞ്ഞില്ല. ധ്യാൻ കൃഷ്ണ. ഐ കോൾ യു കൃഷ്ണ. ഓക്കെ, കൃഷ്ണ, നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ കരയുകയാണെങ്കിലും ചിരിക്കുകയാണെങ്കിലും ദേഷ്യമാണെങ്കിലും, ഇത് ഞാൻ തരുന്ന എമോഷൻ, ഞാൻ തരുന്ന ഭാവം എന്താണോ അത് നിങ്ങൾക്ക് കിട്ടുകയും, അത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടൊരു സാധനം തരുന്നുണ്ട്. ഇതൊരു കണക്ഷനാണ്. ഞാനും നിങ്ങളും തമ്മിൽ, ഞാനും ഓഡിയൻസും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ലൈവ് ഇവിടെ, ഇതിപ്പോൾ എന്നെ നിങ്ങൾ TV സ്ക്രീനിൽ കാണുകയല്ല, ഞാനിവിടെ ലൈവായിട്ടുണ്ട്. ഈ ലൈവായിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റും. അപ്പം നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന ഓരോ ഭാവങ്ങളും ഈ പ്രേക്ഷകനിലേക്ക് എത്തുകയും ആ പ്രേക്ഷകൻ അത് സ്വീകരിച്ച് അതിൻ്റെ സന്തോഷം എനിക്ക് തരികയും ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു നടൻ എന്നുള്ള നിലയിൽ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് സന്തോഷിക്കുന്നത്. ഈ സന്തോഷം ഒരിക്കലും നമുക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടില്ല. എന്തുകൊണ്ടാണ്? അതാണ്, നമ്മളിത് ആര് കാണുന്നു എന്നുള്ളത് അറിയുന്നില്ല. നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. സിനിമയിൽ നമ്മൾ ആ സ്ക്രീനിൽ മാത്രം, ഈ ക്യാമറയിലൂടെ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്നത് പ്രേക്ഷകനെ ഞാൻ കാണുന്നില്ല. നാടകത്തിൽ പ്രേക്ഷകരെ നമ്മൾ കാണുകയും, അവൻ ചിലപ്പോൾ നമ്മൾ കോമഡി സീനാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂട്ടി കയ്യിന്നിടും. മനസ്സിലായില്ലേ? അതൊന്നും സിനിമയിൽ നടക്കില്ല. അപ്പോൾ സിനിമയിൽ ഈ കണക്ഷനുണ്ട്, ദ കണക്ഷൻ ബിറ്റ്വീൻ ദി ആക്ടർ ആൻഡ് ദി ഓഡിയൻ. നാടകത്തിൽ ആ കണക്ഷൻ ഉണ്ട്, സിനിമയിൽ അതില്ല. എൻ്റെ പേര് നിവേദ്യ. എന്താണ്? നിവേദ്യ. നിവേദ്യ. എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പൊതുവേ നാടകം കാണൽ കുറവാണ്. ഇപ്പം അമ്പലത്തിലെല്ലാം ഉണ്ടെങ്കിൽ കാണുന്നല്ലാണ്ട് ഞാൻ ഒരുപാട് നാടകമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ സിനിമ കാണുന്ന ടൈമിൽ നമുക്കത് കുറച്ചും കൂടി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം അഭിനയം ആയിക്കോട്ടെ, ഈവൻ ലാംഗ്വേജ് പോലും നമുക്ക് കുറച്ച് നാച്ചുറൽ ആയ പോലെ തോന്നും. പക്ഷെ അതേസമയം നമ്മൾ നാടകം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് എന്താണെന്ന് എനിക്കറിയില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഞാൻ കുറേ കാലം, നിവേദ്യ, ഞാൻ കുറേ കാലം പുറത്ത് വർക്ക് ചെയ്ത ആളാണ്. ലോക നാടകത്തിൽ തന്നെ ഞാൻ പല സ്ഥലത്തും പോയി വർക്ക് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളിലും പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലുള്ള പ്രൊഫഷണൽ നാടകങ്ങൾ, ഞാൻ പറയുന്ന പ്രൊഫഷണൽ നാടകങ്ങളാണ്. പ്രൊഫഷണൽ നാടകങ്ങളും നമ്മുടെ നാട്ടിലുള്ള പ്രൊഫഷണൽ നാടകം തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഇപ്പം നിവേദ്യ പറഞ്ഞ വർത്തമാനമാണ് നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങൾ അവിടെയൊക്കെ ചെയ്യുക. പക്ഷെ നമ്മളെ നാട്ടിൽ വരുന്ന സമയത്ത്, നിവേദ്യ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറയൂ മോളെ, എന്നോട് പറയൂ, ഇതാണ് നമ്മൾ കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും സത്യത്തിൽ, അല്ലേ? നമുക്ക് കാണാൻ തോന്നില്ല. ഇതല്ല, ഇത് കള്ളത്തരമാണ്. ഇത് കള്ളത്തരമാണ്. ഈ അഭിനയ രീതിയെ കള്ളത്തരമാണ്. നിവേദി പറയൂ, പറയുന്നേ, എന്താ പ്രശ്നം വെച്ചാൽ പറയൂ എന്നുള്ള ഡയലോഗ്. നിവേദി പറയൂ, എന്താ പ്രശ്നം വെച്ചാൽ പറയൂ എന്ന് പറയുന്നത് കള്ളത്തരമാണ്.
മനസ്സിലാവുന്നുണ്ടോ? ഈ കള്ളത്തരം കൊണ്ടാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റാത്തത്. പക്ഷെ അതേസമയം ഇപ്പം അമച്വർ നാടകങ്ങൾ കുറേ നല്ല നാടകങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്ന് വരുന്നൊരു നാടകം ഉണ്ടായിരുന്നു. നിങ്ങൾ കാണുമെന്ന് അറിയില്ല, എനിക്ക് ഒരുപാട് പേര് കണ്ടിട്ടുള്ള നാടകമാണ്. അതൊക്കെ വളരെ യഥാതഥമായിട്ടാണ്, അതിൽ റിയലിസ്റ്റിക് ആയിട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന നാടകങ്ങളിൽ ഒരിക്കലും ഇതുണ്ടാവില്ല. ഈ പറഞ്ഞ സാധനം കള്ളത്തൊണ്ടയിലിട്ടുള്ള ആക്ടിങ് ഉണ്ടാവില്ല. അത് മാറണം. അത് മാറുമ്പോഴേ നമുക്ക് നല്ല നാടകങ്ങൾ കാണാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ എന്നോട് ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മുടെ നാടകവേദി, നമ്മുടെ പ്രൊഫഷണൽ നാടകവേദി ഒരു 200 വർഷം പിന്നിലാണ്. അവിടെ എത്രയോ മുമ്പിലാണ് അവർ. ഇപ്പം ഞാൻ നാടകം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നത് എന്താണ്? 2 മൈക്ക് ഇവിടെ തൂക്കിയിട്ട് ബാക്കിലൊരു വീടിൻ്റെ കട്ടൗട്ട്, അതല്ലേ? അങ്ങനത്തെ നാടകം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ലോകത്തൊരു നാടകത്തിലും അങ്ങനെയില്ല. ഒന്നാമത് ഈ തൂങ്ങിക്കിടക്കുന്ന മൈക്കേ ഇല്ല. മൈക്കില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒരു വീടിൻ്റെ കട്ടൗട്ട് വെച്ചിട്ടുള്ള നാടകങ്ങളും അല്ലാതെ. അപ്പോൾ അതാ പറഞ്ഞത് മോളെ, നമ്മൾ ഒരുപാട് പിന്നിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്. അല്ലെ നാടകത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നമ്മൾ ചെയ്യുന്ന രീതിയുടെ കുഴപ്പം കൊണ്ടാണത്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മൈ നെയിം ഈസ് റോണൽ. ഓക്കെ. നിങ്ങൾ പറഞ്ഞ് നേരത്തെ നമ്മൾ വേറെ രാജ്യങ്ങളിലേക്ക് പോയിട്ടൊക്കെ നാടകം അവതരിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ ഭാഷയായിരിക്കില്ലേ? അപ്പോൾ ഈ ഇവിടുത്തെ മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ മലയാളത്തിലല്ല മോനെ നാടകം ചെയ്യുന്നത്, ഇംഗ്ലീഷിലാണ്. ഞാൻ മലയാളം കമ്പനീസിലല്ല ഞാൻ വർക്ക് ചെയ്ത്, ഇംഗ്ലീഷ് കമ്പനീസിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലണ്ടനിലായിരുന്നു കുറേ കാലം. ലണ്ടനിൽ നിന്നാണ് ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്യുന്ന നാടകത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ ചൈനയിൽ പോയിട്ട് നാടകം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ജപ്പാനിൽ നാടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ സിനിമ കാണില്ലേ, നമ്മളിപ്പോൾ സ്പാനിഷ് സിനിമ കാണും, അല്ലെങ്കിൽ ഇറ്റാലിയൻ സിനിമ കാണും. അപ്പം സബ് ടൈറ്റിൽ വരില്ലേ? അതുപോലെ ഇപ്പോൾ നമ്മൾ നാടകം കളിക്കുന്ന സമയത്ത് ഇവിടെ സബ് ടൈറ്റിൽ വരും താഴെ അവരുടെ ഭാഷയിൽ. ഇപ്പോൾ ചൈനയിൽ പോയിട്ട് ഇപ്പോൾ ഹോങ്കോങ്ങിലും ബെയ്ജിങ്ങിലും ഒക്കെ നമ്മൾ നാടകം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവിടെ ആരും ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. അപ്പോൾ 2 തരത്തിലാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരിക. മോനിരിക്കും. 2 തരത്തിലാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരിക. അത് ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കളിക്കുന്നവിടെ മുകളിൽ സബ് ടൈറ്റിൽ വരും. ഇപ്പം നമ്മൾ മറ്റ് ഭാഷകളിലുള്ള സിനിമകൾ കാണുന്ന സമയത്ത് സബ് ടൈറ്റിൽ ഇല്ലേ, അതുപോലെ സബ് ടൈറ്റിൽ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയലോഗ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഇയർഫോൺ തരും. ഈ ഇയർഫോണിൽ ബാക്കിൽ പുറമേ ആൾ നിന്നിട്ട് നമ്മുടെ ഡയലോഗ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതത് ഇപ്പോൾ ചൈനീസ് ഭാഷയിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ജാപ്പനീസ് ഭാഷയിലാണെങ്കിൽ ആ ഭാഷയിൽ ആ ട്രാൻസ്ലേഷൻ വരും. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ കളിച്ച നാടകങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു, മലയാളത്തിലല്ല. മലയാളം കമ്പനീസ് അവിടെയൊന്നും ഇല്ല. ഈ പ്രൊഫഷണൽ മലയാളം കമ്പനീസ് അവിടെയൊന്നും ഇല്ല. ദേ ആർ ഓൾ പ്രൊഫഷണൽ ഇംഗ്ലീഷ് തിയേറ്റർ കമ്പനീസ്. താങ്ക് യു. സാൻഡ്ര, നല്ല പേര്, പറയൂ. അപ്പം നമ്മളിപ്പോൾ റേഡിയോയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഈ ഡയലോഗൊക്കെ എങ്ങനെയാ പറയാ, നോക്കി പറയാണോ? റേഡിയോയിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടാവും, കാരണം അത് ആരും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡയലോഗ് നോക്കിയിട്ടാണ് റേഡിയോയിൽ അഭിനയിക്കുക. മൈക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ അതും റേഡിയോ നാടകത്തിലാണെങ്കിലും നമ്മൾ കുറേ പ്രാവശ്യം ഇത് വായിച്ച് പഠിക്കും. പക്ഷേ നമുക്ക് സ്ക്രിപ്റ്റ് കയ്യിൽ വയ്ക്കാം. റേഡിയോ നാടകത്തിന് അങ്ങനൊരു സൗകര്യമുണ്ട്. മൈ നെയിം ഈസ് നിരുപം. യെസ്. ഇപ്പോൾ നാടകമില്ലേ, നാടകത്തിനേക്കാളും പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ എവിടെ ചെന്ന് ചോദിച്ചാലും മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് എല്ലാവർക്കും അറിയില്ലേ. പക്ഷേ നാടകത്തിലെ ഇത്ര പ്രശ്നമായിട്ട് അങ്ങനെ ഇല്ലല്ലോ. നാടകത്തിലെ ഒരു ഗുണം ഒരു ദോഷവും അതാണ്. ഒരു ഗുണവും ഒരു ദോഷവും. അതായത് ഇരിക്കുമോനെ, നാടകത്തിൽ അഭിനയിക്കുന്നവർ ഒരിക്കലും എന്തുകൊണ്ടാണ് മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ആർക്കും എന്നെ അറിഞ്ഞുകൂടാ, അല്ലേ? ആ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. എന്നെ ആർക്കും അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഞാൻ ആക്ടറാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇറ്റ് ഈസ് പോപ്പുലർ. സിനിമ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ കലാരൂപമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കലാരൂപമാണ്. അപ്പോൾ സിനിമയിൽ വർത്തിക്കുന്ന ആരും പോപ്പുലറായിരിക്കും, മനസ്സിലായില്ലേ?
മാത്രമല്ല ഇപ്പം നാടകം, ഞാനൊരു നാടകം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നാടകം ഇന്ന് കണ്ണൂർ കളിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കണ്ണൂർ നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ നാടകം കളിക്കുന്നതെങ്കിൽ, ഇവിടെ ഇത്രയും പേര്, നിങ്ങൾ എത്ര 200 പേരുണ്ടെന്ന് വയ്ക്കൂ, ഈ 200 പേരെ നാടകം കാണുന്നുള്ളൂ. പക്ഷേ അതേസമയം മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നു, എത്ര ആൾ കാണും? കോടിക്കണക്കിന് ആളുകൾ കാണും. കേരളത്തിലുള്ള മലയാളികൾ മുഴുവൻ കാണും, ഗൾഫിലുള്ള മലയാളികൾ, അമേരിക്കയിലുള്ള ഒക്കെ ഒരേ സമയം കോടിക്കണക്കിന് ആളുകൾ. ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയാലും അല്ലെങ്കിൽ മലയാളം സിനിമ ഇറങ്ങിയാലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണും. സോ ഇൻസ്റ്റൻ്റ്ലി വിത്തിൻ മിനിറ്റ്സ് യു ബിക്കം പോപ്പുലർ, നിങ്ങളുടെ പോപ്പുലാരിറ്റി വരും. പക്ഷേ ഞാൻ നാടക നടനായതുകൊണ്ട് എൻ്റെ നാടകം കാണാൻ ഈ 200 പേര്, എൻ്റെ അഭിനയത്തിൻ്റെ വ്യാപ്തി കാണാൻ ഈ 200 പേരേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ അറിയപ്പെടുന്നതും ഞങ്ങൾ അറിയപ്പെടാതെ പോകുന്നതും. ഓക്കെ, പക്ഷേ അറിയപ്പെടാതെ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ഓക്കെ, എൻ്റെ പേര് അക്ഷിത്, പറയൂ. അപ്പോൾ സാർ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ആടെയുള്ള ആൾക്കാർക്ക് ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത? എങ്ങനെ? ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ആടെയുള്ള ആൾക്കാർക്ക് എന്താ അത് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിലെല്ലാം ഇടാത്ത? അല്ല, അത് അവരുടെ മര്യാദ കൊണ്ടായിരിക്കണം. അല്ല, അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സീൻ നടക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ ശബ്ദമൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? ഡയലോഗ് പറയുന്നതൊക്കെ പലപ്പോഴും ഡബ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സിങ് സൗണ്ട് ആണെങ്കിലും ആ പറയുന്ന അവർക്കേ കിട്ടുള്ളൂ അതിൻ്റെ ഡയലോഗ്സ്. സോ അത് അപ്ലോഡ് ചെയ്തിട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല, അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, മോള്. Hello sir, my name is Samaya Sunil and I would like to ask you, you have mentioned that you have started theatre acting at a very young age. So I would like to ask if you ever felt a sense of self-doubt or underconfidence anywhere through? Not at all. ഇല്ല മോളെ, ഒരിക്കലും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിലാണ് സ്റ്റേജിൽ കയറിയത്. അവിടം തൊട്ട് ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത് വരെ നെവർ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കോൺഫിഡൻസ്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതാണ് ഇതല്ല കേട്ടോ, ഇത് രണ്ടാമത്തെയാണ്. സ്റ്റേജിൽ ഒരു കഥാപാത്രമായിട്ട് നിൽക്കുക എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും എനിക്കൊരു ഇപ്പം കോൺഫിഡൻസ് ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവണം. അപ്പം ഞാനൊരു ആക്ടർ ആയതുകൊണ്ട് തന്നെ ആ ടെൻഷൻ എന്നെ ബാധിക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്ന് അഭിനയിക്കാൻ കിട്ടുന്ന സാധ്യത ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ എൻജോയ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഐ ഡോണ്ട് ടേക്ക് ആക്ടിങ് ഓൺ സ്റ്റേജ് ആസ് എ ജോബ്. അതൊരു പണിയല്ല, അത് ദാറ്റ്സ് വാട്ട് ഐ എൻജോയ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ, വലിയ രീതിയിലുള്ള ക്രിക്കറ്റ് കളിക്കുമ്പോൾ, ഇപ്പോൾ കണ്ണൂർ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് ക്രിക്കറ്റ് കളിക്കുന്നതും കണ്ണൂർ മൈതാനത്ത് പോയിട്ട് ചുറ്റുവട്ടത്ത് പോയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതും വിരാട് കോഹ്ലി ക്രിക്കറ്റ് കളിക്കുന്നതും വ്യത്യാസമുണ്ട്. വിരാട് കോഹ്ലി ഈ ഹയർ ലെവലിലാണ് കളിക്കുന്നത്. അയാളത് ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. പേടിയില്ല അവിടെ ഈ പേടി വരുമ്പോഴാണ് കോൺഫിഡൻസ് ഇല്ലാതാവുന്നത്. അങ്ങനെ ഒരു മൊമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ടച്ച് വുഡ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ നിർത്തുവാണ്. താങ്ക് യു. ഐ ഹോപ്പ് ഇതൊന്നും അല്ലാതെ നല്ല വർക്ക്ഷോപ്സിൽ ഇങ്ങനെ ഇരിക്കാതെ വട്ടത്തിലിരുന്ന് നമുക്കൊരു വർക്ക്ഷോപ്പ് ചെയ്യാൻ എപ്പോഴെങ്കിലും സന്ദർഭം വരുമെന്ന് വിചാരിക്കുന്നു. അന്ന് കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.